ഹലോ ഗൈസ്, വേറൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു ക്ലാഷ് സ്ക്വാഡ് കളിച്ചായിരുന്നു. ഞാനിപ്പോൾ ഗൈസ് കളിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി പോകാം ഗൈസ്. ഇപ്പോഴത്തെ നേരെ വീഡിയോ എടുത്ത് നമുക്ക് ഡയറക്റ്റ് കാണാം. അത് വെറും ക്ലാഷ് സ്ക്വാഡാണ് ഞാൻ കളിച്ചത് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പം ഞാൻ അബി. എല്ലാവരും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. അപ്പം ഞാൻ ഇവിടെ ഗെയിമിൽ ലോഡായിട്ടുണ്ട്. എൻ്റെ കുറച്ച് താമസമാണ്. ജസ്റ്റ് 4 GB RAM ആണ്. കുറച്ച് വർഷം എൻ്റെ കയ്യിൽ 4 GB RAM. അപ്പം ഞാൻ നേരെ ഇങ്ങനെ പോകുന്നായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ അതിലോട്ട് കറങ്ങി വീട്ടിൽ നേരെ കടന്ന് വീട്ടിലോട്ടൊക്കെ വിചാരിച്ച് പോകുന്നായിരുന്നു. അങ്ങനെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സംഭവം മറ്റേ ഫ്ലാഷ് ഫ്രീസ് അല്ല, ഡ്രാഗൺ ഫ്രീസ് എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ എറിയാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും ഇവന് ഉള്ളിൽ ഏതെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു നോക്കും. ഇവിടെ എടുത്ത ഞാൻ മേലെ പോയി നോക്കാൻ പോയതാണ് ഗൈസ്. അപ്പാണ് ഇവൻ ഇങ്ങനെ ഇതാവുന്നത് കണ്ടത്. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവനെ വേറൊരുത്തും പെട്ടെന്നൊന്ന് നോക്കിട്ടു. അപ്പം ഇവൻ ചത്തു. അപ്പോൾ നോക്കുമ്പോൾ ഒരു പ്ലെയർ മാത്രം ബാക്കി. അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മളെ ടീമേറ്റ് ഇതിട്ടു, മറ്റേ പുതിയ ക്യാരക്ടറിൻ്റെ സ്കില്ലിട്ടു. നോക്കുമ്പോൾ അപ്പുറത്ത് നോക്കായി പെട്ടെന്ന് എന്നെ ഹെഡ് അടിച്ചിട്ട് എന്നെ ഫിനിഷ് ചെയ്ത്. ഇവനും തീർന്നു ഗൈസ്. ഇവനെ റിവൈവ് ചെയ്ത് ഞാൻ ഇവനെ നോക്കാൻ തുടങ്ങി. ഇവന് ഡബിൾ കില്ല് കിട്ടി. DTW മഹേഷിന്. അപ്പോൾ ഇവൻ അപ്പുറത്തെ സൈഡിലോട്ടേക്ക് ഓടിയപ്പോൾ ഈ രമേശ് വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് ഗൈസ്. അപ്പോൾ ഗേൾ ക്യാരക്ടറിനെ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവൾ ഇപ്പുറത്തോട്ടേക്ക് വന്നു. ഇവൻ എന്തെല്ലോ കോപ്രായം കാണിക്കുന്നുണ്ട്. ആ ഫെൻസിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കാൻ നോക്കുന്നുണ്ട്. ഇവളും അതുപോലെ തന്നെ, പക്ഷെ പറ്റുന്നില്ല. ഇവള് എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഇവൻ എന്നിട്ട് ടീം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഫുള്ള് പരിപാടിയാണ് കഴിച്ചത്. നോക്കുമ്പോൾ ഓള് എൻ്റെ കയ്യിലുള്ള ഡ്രാഗൺ ഫ്രീസർ എടുത്തിട്ട് ഇവന് കുറച്ച് ഡാമേജ് കൊടുത്ത്. ഇവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓള് നല്ല അടി, ഫുൾ ബോഡിയാണ് ഓക്ക് കയറുന്നത്. ഇവൻ കുറച്ച് ബോഡി കൊടുത്തപ്പോൾ പക്ഷെ നടന്നില്ല. അങ്ങനെ രമേശ് S1204 ഫസ്റ്റത്തെ കളി എടുത്തു ഗൈസ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ടായി. ഞാനിവിടെ A94 എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഞാൻ റഷ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ സപ്പോർട്ടിങ് അതിന് നോക്കിയത്. പക്ഷെ എല്ലാവരും വേറെ സൈഡിലോട്ട് പോയി. ഞാനൊരു എനിമീനെ സ്പോട്ട് ചെയ്തു. ദൂരെ നടിക്കുന്നു വിചാരിച്ചിട്ട് പോവാൻ നോക്കും ഗൈസ്. നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സർപ്രൈസ് നടക്കും ഗൈസ്. അത് നിങ്ങൾ കണ്ടോ? ഞാനപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടേക്ക് റഷ് ചെയ്യാമെന്ന് പറഞ്ഞ് വിചാരിച്ചാണ്. നോക്കുമ്പോൾ ഒരുത്തൻ എലിമിനേറ്റ് ആയി, വേറൊരുത്തൻ എലിമിനേറ്റ് ആയി. അപ്പം ഞാൻ സപ്പോർട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് നേരെ കയറി വെക്കുമ്പോൾ മറ്റേ നമ്മുടെ നേരത്തെ അവൻ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു എനിമി ഉണ്ടായിരുന്നു. ഓൻ എന്നെ വന്നടിച്ച്. അതായിരുന്നു ഗൈസ് ആ സർപ്രൈസ്. അപ്പം ലാസ്റ്റ് ഞാനിപ്പോൾ ഇവനെയാണ് ഗൈസ് സ്പെക്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ എന്നാ ചെയ്യാന്ന് നോക്കുമ്പോൾ ഞാൻ ഇവനെ സ്പെക്ടേറ്റ് ചെയ്ത്. ഇവനൊന്നും ചെയ്യുന്നില്ല. മറ്റേ രമേശിൻ്റെ ആയിരുന്നു അടി കൊണ്ട് നോക്കായി വീണു. അപ്പോൾ രമേശ് ഇവനെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇവൻ M500 വെച്ച് വന്നതായിരുന്നു. ഇവൻ ഇവിടെ എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഗൈസ്. മേലോട്ടേക്ക് നോക്കുന്നുണ്ട്, താഴോട്ടേക്ക് നോക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. ഇവൻ നേരെ എന്നിട്ട് ഇങ്ങനെയെല്ലാം പോയി എൻ്റെ അമ്മോ. എന്നിട്ട് നേരെ നോക്കി ഇത്രയും നേരം മേലോട്ടേക്കായിരുന്നു. ബാക്കിൽ നിന്ന് ഇവൻ വന്നിട്ട് കൊന്നു ഗൈസ്. അവനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടും പൊട്ടി ഗൈസ്. അപ്പോൾ തേർഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ തേർഡ് റൗണ്ട് ഞാൻ A94 MAC 10 ആണ് ഗൈസ് എടുത്തത്.
994 മാക് 10. അപ്പോൾ നമ്മുടെ തേർഡ് പ്ലെയർ ഇതാണ്, എന്ത് AWM. സെക്കൻഡ് AWM എടുത്ത MR. ഫസ്റ്റ് പ്ലെയർ ഒന്നും എടുക്കുന്നില്ല, വെറും ഒരു USB കൊണ്ട് കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ നേരെ മറ്റേ സ്കെലിട്ടൻ്റെ മേലോട്ടേക്ക് നേരെ ഓടിച്ചെന്ന് ഗൈസ്. സ്കെലിട്ടൻ്റെ ഈ ബോണിലോട്ടേക്ക് നേരെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ താഴെയല്ല ഗൈസ്, മേലെ ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ താഴെ കൂടെ രമേശ് പോന്ന്. രമേശിനെ അടിച്ചിട്ട് നോക്കുമ്പോൾ മറ്റേവൻ എന്നെ ഫസ്റ്റ് അടിച്ചിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഇത് പോയിട്ടാണ് ഗൈസ് ഉള്ളത്, എന്ത് അവരുടെ നെറ്റ് പോയിട്ടാണുള്ളത്. അതായത് ഇവർ ഗെയിമിൽ നിന്ന് ലീവ് ചെയ്ത് പോയി. അപ്പോൾ ഇനി നേരത്തെ നമ്മളെ ഫസ്റ്റ് അടിച്ചിട്ടാൽ മാത്രം ബാക്കി. നമ്മളങ്ങനെ എയ്സ് എടുത്ത് ഗൈസ്, 3 എണ്ണത്തിന് അടിച്ചിട്ട് പിന്നെ ഇവന് മാക് 10 വെച്ച് കുത്തിപ്പിടിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ എയ്സ് എടുത്ത്. അപ്പോൾ ഫസ്റ്റത്തെ കളി നമ്മൾ തന്നെ തൂക്കി ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലെയർ ഇതായിട്ടുണ്ടായിരുന്നു, കിളിപോയ അവസ്ഥയായിരുന്നു. നമ്മൾ M14 മാക്സ് ആക്കി. ഈ കളി ഒരു എയ്സെല്ലാം പ്രതീക്ഷിച്ച് പോവും ഗൈസ്, പോകുന്നതാണ്. അങ്ങനെ ഇവിടെ 4 സെക്കൻഡ് മാത്രം ഈ സ്പോണിങ് പോയിന്റ് തുറക്കാൻ. അപ്പോൾ ഈ 4 ഇപ്പം തുറന്നിട്ടുണ്ട്. ഞാൻ നേരെ റഷ് ചെയ്യാൻ പോവാണ് ഗൈസ്. നേരെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയി ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പോയിട്ട് റഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രമേശില്ലേ, അവൾ അപ്പുറത്ത് കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കുമ്പോണ്ട് ഒന്നുമില്ല. അപ്പം ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. നോക്കുമ്പോൾ അത് അവിടെ നിന്നൊരു ഇത്. അപ്പം ഞാൻ എല്ലാത്തിനും ട്രിപ്പിൾ നോക്കട്ട്. എന്നിട്ട് ഞാൻ വെച്ചാൽ അവിടെ എനിക്ക് 3 നോക്ക് കിട്ടിയിരുന്നായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഫുള്ളായിട്ട് നോക്ക് കിട്ടിയില്ല. ഒരുത്തും തൂക്കി ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലോട്ടേക്ക് കിടക്കുകയാണ്. നമ്മൾ ടീമേറ്റ് അങ്ങോട്ടങ്ങും വാരിയിട്ടുണ്ട് എല്ലാം. മറ്റേ സ്പീഡ് ബൂസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് ടീമേറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് അവസ്ഥ. ഞാൻ 7 കില്ലെടുത്തു. നമ്മുടെ ടീമേറ്റ്സ് 3+1 അത്രേ എടുത്തിട്ടുള്ളൂ ഗൈസ്. അപ്പുറത്തെ ടീമാണ് 5-3 അത്രേ എടുത്തിട്ടുള്ളൂ. വേറെ കിൽസൊന്നും അവർക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ഇവൻ AWM വെച്ച് ഒരുത്തിന് എന്നെ ഷോട്ട് ചെയ്യാൻ വന്നേന്. AWM വെച്ചിട്ട് രമേശില്ലേ, അവളെ അങ്ങ് പടി നോക്കിട്ടു. ഞാൻ നേരെ എൻ്റെ ഓസ്കാർ ഉപയോഗിച്ച് മേലെ പോയി നോക്കുമ്പോൾ ഇവൻ തന്നെ ഇത് വെച്ചിട്ട് അടിച്ചിട്ട്. ഞാൻ നേരെ പോയി അവർ 2 ആളെയും കുത്തിപ്പിടിച്ച് നോക്കിട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ തേർഡ് റൗണ്ടും ജയിച്ചു. വിക്ടറി ഗ്ലോറി നമുക്ക് കിട്ടി. എനിക്കിവിടെ 9 കില്ലായിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കുകയാണെങ്കിൽ 9 കില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ലാസ്റ്റ് റൗണ്ട് ആയിരുന്നു ഗൈസ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ടാണ്. നമ്മൾ ഈ കളി ബൂയ അടിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം. നേരെ നമ്മൾ മുകളിലോട്ടേക്ക് ഓസ്കാർ ഇട്ട് പോയി നോക്കുമ്പോൾ നമ്മൾ ഒരു ടീമേറ്റിൻ്റെ കയ്യിൽ ഇതുണ്ട്, താത്സൂയ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തോട്ടേക്ക് ഒരുത്തിയോ ആരോ രമേശാണെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് ഒറ്റ പോയി. ഇവിടെ നോക്കുവാണെങ്കിൽ ഗ്ലൂ വാളിട്ട് ഞാൻ മേലെ പോകുന്നതിന് പകരം ഞാൻ ഇപ്പുറത്തോട്ട് ഇതിട്ടിട്ട് ഇവനെ നോക്കിട്ട്. അപ്പോൾ ഇവൻ വരുന്നുണ്ട്, ഓനെ നോക്കിട്ട്. പിന്നെ മൂന്നാമത്തത് നോക്കായി. അത് ഞാൻ മൂന്നാമത്തെ നോക്കൊന്നും ഞാൻ കാണുന്നില്ല ഗൈസ്. ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഇത് AWM എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ബൂയ അടിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പിന്നെ മറക്കാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, ഞാൻ അബി സൈനിങ് ഓഫ്.